ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചന മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളക്കടല വെച്ചിട്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ വെള്ളക്കടല കഴുകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി, സവാള, ക്യാരറ്റ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗ്രീൻ പീസ് അല്ല, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇട്ടോ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങ ഞാൻ അരച്ചിട്ടുണ്ട്. തേങ്ങയിൽ ഇത്തിരി പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലയും ഇത് വേവിച്ചതിന് ഇത്തിരി സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ വേവിച്ചത്. എന്നിട്ട് നന്നായി വെന്ത കടലയിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ചേർത്തു, തേങ്ങയുടെ മിക്സ്. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിനിട്ടു. പിന്നെ ഇവിടെ മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബീൻസ് വേണമെങ്കിൽ ഇടാം, ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം, എന്തൊക്കെ വേണമെങ്കിലും ഇടാം കേട്ടോ. ആളുകളുള്ളതനുസരിച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ കടുക് വറക്കണമൊന്നുമില്ല, വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്ത്. വെളിച്ചെണ്ണയിൽ ഉള്ളി മുപ്പിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെ നമുക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിത് അപ്പമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദീപാവലി.